നോർവീജിയൻ ക്ലബ്ബായിട്ടുള്ള എഫ്.കെ. വൈക്കിങ്സ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയത് ലോകം വളരെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ശ്രവിച്ചത്. പക്ഷേ ഇന്ത്യൻ താരമായിട്ടുള്ള നമ്മുടെ ലാലിയൻസ്വാല ചാങ്തയ്ക്കും അദ്ദേഹത്തിന്റെ ആരാധകർക്കും അത് നഷ്ടബോധത്തിന്റെയും നിരാശയുടെയൊക്കെ ഓർമ്മയായിരിക്കും. കാരണം 2019 ഈ വൈക്കിങ്സ് എഫ്.കെയുടെ ട്രയൽസിൽ ലാലിയൻസ്വാല ചാങ്തെ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വഴിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. വളരെ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചതുകൊണ്ട് 2 വർഷത്തെ കോൺട്രാക്ട് അവർ ലാലിയൻസ്വാല ചാങ്തയ്ക്ക് ഓഫർ ചെയ്തിരുന്നു. അന്ന് വൈക്കിങ്സിന്റെ പരിശീലകനായിട്ടുള്ള ബ്രയാൻ ബ്രാൻസൺ പറഞ്ഞത് വളരെ വേഗതയുള്ള ഒരു താരമാണ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇത്ര വേഗത്തിൽ, ഇത്ര മെയ്വഴക്കത്തിൽ, ഇത്രയും നന്നായി പന്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു താരത്തിനെ ഇവിടെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ട് സന്തോഷമായിട്ടും ഒക്കെയാണ് ഞാൻ കരുതുന്നത്. അവനുമായിട്ടുള്ള കോൺട്രാക്ട് നമ്മുടെ എഫ്.കെ. വൈക്കിങ്സിന് വളരെ ഗുണം ചെയ്യും, അത് താരത്തിനും ഗുണം ചെയ്യും എന്നായിരുന്നു പരിശീലകന്റെ വിലയിരുത്തൽ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു ടീമിൽ 2 വർഷത്തെ കോൺട്രാക്ട് അവർ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ട് പോലും ലാലിയൻസ്വാല ചാങ്തിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ റീസൺസ് ഒന്ന് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഇവിടുത്തെ കോൺട്രാക്റ്റോടെ ലാലിയൻസ്വാല ചാങ്തയ്ക്ക് കിട്ടുന്ന അത്രയും തുക അവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പം ഒഡീഷയായി മാറിയ ഡൽഹി ഡൈനാമോസുമായിട്ടായിരുന്നു കോൺട്രാക്ട്. അതായത് ആ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടുള്ള കോൺട്രാക്ട് ആയിരുന്നു. അവർക്ക് താരത്തിനെ അപ്പോൾ വിട്ടു നൽകാൻ താല്പര്യമില്ലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ചെന്നൈയിൻ എഫ്.സിയിലേക്ക് മാറിയത്. എന്തൊക്കെ പറഞ്ഞാലും ചെന്നൈയിൻ എഫ്.സിയിലേക്ക് വന്ന് അദ്ദേഹത്തിന് ഒരുപാട് പൈസ കിട്ടി. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മോഹൻ ബഗാനിലേക്ക് പോകുമ്പോഴും ഒരുപാട് പൈസ കിട്ടുന്ന താരമാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ലാലിയൻസ്വാല ചാങ്തയ്ക്ക് വൈക്കിങ്സ് പോലെ ഒരു ക്ലബ്ബിൽ കളിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം വൈക്കിങ്സ് ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുകയും കൂടി ചെയ്തപ്പം ചാങ്തെ അന്ന് നഷ്ടപ്പെടുത്തിയത് അത്ര വലിയ അവസരമാണെന്ന് നമ്മൾ കൂടി ഓർക്കണം.